ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു മീൻ പൊരിക്കില്ലേ, മീൻ വറക്കണയിലേക്കുള്ള ഒരു മസാലക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പെരുംജീരകം, പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ടാണ് ഞാൻ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് അരയ്ക്കാൻ പോകുന്നത്. അപ്പുറത്ത് മീൻ കറിക്കുള്ള കൂട്ടിനുള്ളതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയിക്കൂറയാണ് മീൻ. അപ്പോൾ അത് ഞാൻ നല്ല പോലെ മസാല പുരട്ടിയിട്ട് നന്നായി തിരുമ്പി പിടിപ്പിക്കുക. അപ്പോൾ വറക്കണേക്കാളും ഒരു മണിക്കൂറൊക്കെ നന്നായി മസാല പിടിപ്പിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ നന്നായി നമ്മുടെ മീനിലേക്ക് മുളകും മസാലയും ഉപ്പൊക്കെ നന്നായി പിടിച്ച് നല്ല വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിപ്പോൾ വറക്കണില്ല, രാത്രിയിലേക്കാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മസാലയൊക്കെ പരട്ടിയിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. രാത്രിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നല്ല പോലെ ഇതുപോലെ ഗ്രേവിയൊക്കെ നല്ല പോലെയായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വറക്കേണ്ട നേരമാകുമ്പോൾ ഞാൻ ഇതുപോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. രാത്രിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെണ്ടക്കായ വറുത്തതായിരുന്നു. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ എപ്പോഴും സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഓരോ ഭാഗം മൊരിയുമ്പോൾ മറിച്ചിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കരിയാണ്ട് സ്റ്റൗവിന് എപ്പോഴും സിമ്മിലിട്ടിട്ട് നന്നായി വേവിച്ച് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലക്കൂട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രണ്ട് ഭാഗവും തിരിച്ചു മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ മൊരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്ന ഒരു മസാലക്കൂട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി മസാലക്കൂട്ടാണ്. അതിപ്പോൾ നമുക്ക് ഏത് മീനായാലും, ചാളയായാലും കൊഴുവയായാലും നുറുക്കുമീനായാലും എല്ലാ മീനിലേക്കും നല്ലൊരു മസാലക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെന്താ, അതുപോലെ തന്നെ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ.